കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കെതിരെ വയറ്റിൽ കത്രിക കുടുങ്ങിയ യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സമരസമിതിക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത് നീതി നിഷേധത്തിന്റെ ബാക്കി പത്രമാണ്. സർക്കാർ നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെട്ടതോടെ ഹർഷനയ്ക്ക് മുൻപിൽ എല്ലാ വാതിലുകളും അടയുകയായിരുന്നു. നഷ്ടപരിഹാരമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ ഉറപ്പുകളെല്ലാം പാഴ്വാക്കായതോടെ ഹർഷീനയ്ക്കും സമരസമിതിക്ക് മുൻപിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. തുടർ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വീണ്ടും ആവശ്യമായി വന്നതോടെയാണ് ധനസമാഹരണത്തിന് വേണ്ടി സമരസമിതി തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഹർഷീനയെ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാർ അത് നൽകാതെയിരുന്നത് CPMന്റെ ഇടപെടൽ മൂലമാണെന്നാണ് കോഴിക്കോട് MP ആരോപണം. ഹർഷീനയ്ക്ക് നീതിക്ക് വേണ്ടി വീണ്ടും തെരുവിലിറങ്ങേണ്ടി വന്നത് സർക്കാരിനെ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. മന്ത്രി തന്നെ സമരപന്തലിൽ പോയി ഹർഷനെ കണ്ട് ആശ്വസിപ്പിച്ചതാണ്. ആ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു നടപടി ഉണ്ടായില്ല. അതിനെ ഒരു യോഗത്തിൽ വെച്ച് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് 5 ലക്ഷത്തിലപ്പുറം ഒരു കാശ് തരില്ല, പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ഭരണകക്ഷിയാണോ തീരുമാനിക്കേണ്ടത്? ഗവൺമെന്റ് അല്ലേ? ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണം, അടിയന്തരമായി ഇടപെടണം. ഒരു മാനസിക പരിഗണന ഹർഷനയ്ക്ക് നൽകണം. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. 21 ശസ്ത്രക്രിയയാണ്. അവർക്ക് സാമ്പത്തികമായി യാതൊരു കഴിവുമില്ല. ആരോഗ്യം ക്ഷയിച്ചു വരുന്നു. അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു പരിഗണന നൽകി തീരുമാനമെടുക്കാൻ ഇനി വൈകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ്ങിന് ഇറങ്ങാൻ കാരണം അതാണ്. കാരണം അവർക്കൊരു നിവൃത്തിയുമില്ല. സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 100-ലധികം ദിവസമാണ് ഹർഷീനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ സമരമിരിക്കേണ്ടി വന്നത്. ജനം, കോഴിക്കോട്.